പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് കഥകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പഠിക്കാനുള്ള ആ മൊഡ്യൂളിൽ ഒരു കഥയും കൂടിയാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ സൂചിമുഖി എന്ന കഥയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ എഴുത്തുകാരനെ കുറിച്ച് നമ്മളൊന്ന് പരിചയപ്പെടേണ്ടതുണ്ട്. നോവലിസ്റ്റ്, ചെറുകഥാകൃത്ത്, ചിത്രകാരൻ, കാർട്ടൂണിസ്റ്റ്, തിരക്കഥാകൃത്ത്, ഈ നിലകളിലെല്ലാം പ്രശസ്തനായിരുന്നു മലയാറ്റൂർ രാമകൃഷ്ണൻ. പാലക്കാട് ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. 1927 മെയ് 27 അദ്ദേഹത്തിൻ്റെ ജനനം. ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് KV രാമകൃഷ്ണ അയ്യർ എന്നായിരുന്നു. KV രാമകൃഷ്ണ അയ്യർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. അതുപോലെ തന്നെ KR വിശ്വനാഥ സ്വാമിയും ജാനകി അമ്മാളുമായിരുന്നു അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ. ഇദ്ദേഹത്തിൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് തിരുവനന്തപുരം, മൂവാറ്റുപുഴ, കൊല്ലം, തിരുവല്ല, പെരുമ്പാവൂർ ഇവിടങ്ങളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. 1944 ആലുവ UC കോളേജിൽ നിന്നാണ് അദ്ദേഹം ഇൻ്റർമീഡിയറ്റ് ജയിച്ചത്. 1946 തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നാണ് അദ്ദേഹം സസ്യശാസ്ത്രവും ജന്തുശാസ്ത്രവും ഐച്ഛിക വിഷയമായെടുത്ത് BSc പാസ്സായത്. എന്നാൽ അതിനുശേഷം അദ്ദേഹം ഏതാനും മാസം ആലുവ UC കോളേജിലെ ഇംഗ്ലീഷ് ട്യൂട്ടറായിട്ടും ജോലി ചെയ്തു. 1949 തിരുവനന്തപുരം ലോ കോളേജിൽ നിന്നും BL ബിരുദം നേടി. അദ്ദേഹം വക്കീലായി പ്രാക്ടീസും തുടങ്ങി. അപ്പോൾ ചിത്രകാരൻ എന്ന നിലയിലും പ്രസിദ്ധനായിരുന്നു മലയാറ്റൂർ. അപ്പോൾ കുറച്ചു കാലം മുംബൈയിൽ ഫ്രീ പ്രസ് ജേണൽ പത്രപ്രവർത്തകനായിട്ടും അദ്ദേഹം ജോലി നോക്കി. അപ്പോൾ നോക്കുമ്പോൾ ഒരുപാട് മേഖലകളിലൂടെ കടന്നു വന്ന ഒരു വ്യക്തിയാണ് മലയാറ്റൂർ രാമകൃഷ്ണൻ. ഇദ്ദേഹം 1955 മട്ടാഞ്ചേരിയിലെ 2ാം ക്ലാസ് മജിസ്ട്രേറ്റ് ആയതു മുതലാണ് മലയാറ്റൂരിൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. 1958 അദ്ദേഹത്തിന് IAS ലഭിച്ചു. 58 അദ്ദേഹത്തിന് IAS പദവി കിട്ടിയത്. ഇപ്പോൾ സബ് കളക്ടറായിട്ട് അന്ന് ഒറ്റപ്പാലത്തും ജില്ലാ കളക്ടറായിട്ട് കോഴിക്കോടും അദ്ദേഹം ജോലി ചെയ്തു എന്നുള്ളതാണ് IAS കിട്ടിയതിന് ശേഷം. പിന്നെ ഗവൺമെൻറ് സെക്രട്ടറി, റവന്യൂ ബോർഡ് മെമ്പർ, ലളിതകലാ അക്കാദമി ചെയർമാൻ തുടങ്ങിയ പദവികളിലൊക്കെ അദ്ദേഹം ജോലി ചെയ്തു. 1981 ഫെബ്രുവരിയിൽ ആണ് അദ്ദേഹം IASൽ നിന്ന് രാജിവെക്കുകയാണ്. അദ്ദേഹം റിട്ടയർ ആയതല്ല, ആ ഒരു ഏജ് ആവുന്നതിന് മുൻപ് തന്നെ റിട്ടയർമെൻറ്റിന് മുൻപ് തന്നെ അദ്ദേഹം ജോലി രാജിവെച്ച് പോന്നു. പിന്നെ തുടക്കം ഒടുക്കം എന്ന ചലച്ചിത്രവും അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പല ചലച്ചിത്രങ്ങളുടെ അദ്ദേഹം തിരക്കഥാരചനയും അതേപോലെ നിർവഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പല തിരക്കഥകളുടെയൊക്കെ. പിന്നെ യക്ഷി, ചെമ്പരത്തി, അയ്യർ ദി ഗ്രേറ്റ് ഇതൊക്കെയായിരുന്നു അവയിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളത്. ഇദ്ദേഹത്തിൻ്റെ രചനകളിൽ നമുക്ക് കാണാൻ സാധിക്കുക തമിഴ് ബ്രാഹ്മണ സമുദായത്തിൻ്റെ ജീവിതവും അതുപോലെ ബ്യൂറോക്രസിയുടെ ആന്തരലോകവുമാണ് മലയാറ്റൂരിൻ്റെ നോവലുകളിലെ പ്രധാന പ്രമേയങ്ങൾ. ഇപ്പം എന്തൊക്കെയാണ്? തമിഴ് ബ്രാഹ്മണ സമുദായത്തിൻ്റെ ജീവിതം, ബ്യൂറോക്രസിയുടെ ആന്തരലോകം ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ നോവലുകളിലെ പ്രധാന പ്രമേയങ്ങൾ. നമുക്ക് വേരുകൾ, നെട്ടൂർ മഠം, യന്ത്രം എന്നിവ ഇതിൻ്റെ മികച്ച മാതൃകകളായിട്ട് നമുക്ക് കാണാനും സാധിക്കും. വേരുകൾ എന്നുള്ള നോവലിലൊക്കെ കൃത്യമായിട്ട് അത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് പുസ്തകം കിട്ടുമെങ്കിൽ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അതുപോലെ സാമൂഹികവും രാഷ്ട്രീയവുമായ കാലിക പ്രശ്നങ്ങൾ മിഴിവോടെ ആവിഷ്കരിക്കാനും മലയാറ്റൂരിന് സാധിച്ചിട്ടുണ്ട്. അട്ടപ്പാടിയിലെ ആദിവാസികളുടെ ജീവിതത്തെ ആസ്പദമാക്കി മലയാറ്റൂർ രചിച്ച നോവലാണ് പൊന്നി. അപ്പോൾ അട്ടപ്പാടിയിലെ ആദിവാസികളുടെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ട് അദ്ദേഹം രചിച്ച നോവലാണ് പൊന്നി. 1967 അത് രചിച്ചത്. പിന്നീട് ബ്രിഗേഡിയർ വിജയൻ മേനോൻ എന്ന കഥാപാത്രത്തെ കേന്ദ്രമാക്കി മലയാറ്റൂർ എഴുതിയ ബ്രിഗേഡിയർ കഥകൾ പ്രസിദ്ധമാണ്. അതുപോലെ തന്നെ ബ്രാം സ്റ്റോക്കറുടെ ഡ്രാക്കുളയും ഷെർലക് ഹോംസ് നോവലുകളും ആദ്യമായി മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തതും ഇദ്ദേഹമാണ്. 1997 ഡിസംബർ 27 തൻ്റെ 70ാം വയസ്സിൽ അദ്ദേഹം അന്തരിക്കുകയും ചെയ്തു. ഇനി അദ്ദേഹത്തിൻ്റെ കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം.
അദ്ദേഹത്തിൻ്റെ കൃതികളാണ് ഡോക്ടർ വേഴാമ്പൽ, വേരുകൾ, യക്ഷി, പൊന്നി, ദ്വന്ദ്വയുദ്ധം, യന്ത്രം, അനന്തചര്യ, നെട്ടൂർമഠം, മൃതിയുടെ കവാടം, ആറാം വിരൽ, സ്വരം, മുക്തിചക്രം, മനസ്സിലെ മാണിക്യം, അമൃതം തേടി, അനന്തയാത്ര, രക്തചന്ദനം, മൃദുലപ്രഭു, ശിരസിൽ വരച്ചത്, വിഷബീജം. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ നോവലുകളിൽ പെടുന്ന കൃതികളാണ്. ഇനി ആദ്യത്തെ കേസ്, അവകാശി, സൂചിമുഖി, വേരുകൾക്കൊരനുബന്ധം, അറബിയും ഒട്ടകവും, പറക്കുന്ന തളിക, മലബാർ ഹില്ലും ഫൊറാഡ് റോഡും, പാമ്പ്, ഫുഡ്നിക്കും ഘോട്ടി തോമസും ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ചെറുകഥകളുമാണ്. കൂടാതെ സർവീസ് സ്റ്റോറി, എൻ്റെ IAS ദിനങ്ങൾ, ഓർമ്മകളുടെ ആൽബം ഇതൊക്കെ സ്മരണകൾ എന്ന വിഭാഗത്തിലാണ് പെടുന്നത്. മഞ്ഞമുഖം, നാടോടിക്കപ്പലിൽ 4 മാസം ഇതൊക്കെ വിവർത്തനവുമാണ്. ഇനി അദ്ദേഹത്തിൻ്റെ പുരസ്കാരങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അത് വേരുകൾ എന്ന കൃതിക്കാണ്. 1967 ആ പുരസ്കാരം അദ്ദേഹത്തിന് കിട്ടുന്നത്. പിന്നീട് മറ്റൊന്ന് വയലാർ പുരസ്കാരം, അത് യന്ത്രം എന്ന നോവലിനാണ്. 1979 അദ്ദേഹത്തിന് ആ ഒരു പുരസ്കാരം കിട്ടുന്നത്. ഇനി നമുക്ക് നമ്മുടെ പഠിക്കാനുള്ള ആ ഒരു പാഠഭാഗത്തിലേക്ക് വരാം. അദ്ദേഹം സർവീസിലിരിക്കുന്ന സമയത്ത് അല്ലേ ഉഗ്രപ്രതാപം ഉണ്ടായിരുന്ന ഒരു ഡെപ്യൂട്ടി കളക്ടറായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം പെൻഷൻ പറ്റി വീട്ടിലിരിക്കേണ്ട സമയത്ത് അതിനേക്കാളും മുൻപ് രാജിവെച്ച് പുറത്തേക്ക് വരുന്ന ആ ഒരു അവസ്ഥ. അങ്ങനെ എങ്ങനെയാണ് തൻ്റെ ഈ ഒരു ബാക്കി വരുന്ന ജീവിതം ജീവിച്ച് തീർക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോഴാണ് അദ്ദേഹത്തിന് അതിനൊരു പോംവഴിയായിട്ട് പക്ഷി നിരീക്ഷണം നന്നായിരിക്കും എന്നൊരു പുസ്തകത്തിൽ നിന്ന് അദ്ദേഹം വായിക്കുന്നത്. അങ്ങനെ ആ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുന്ന രാമൻ നായരും അതേപോലെ അപ്പോൾ അതിനെ തുടർന്നുണ്ടായ ചില അമളികളും അതൊക്കെയാണ് വളരെ രസകരമായ രീതിയിലേക്കാണ് ഈ ഒരു കഥയിൽ അദ്ദേഹം ആവിഷ്കരിക്കുന്നത്. കഥ തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്. അന്ന് ഉച്ചതിരിഞ്ഞ് ഒരു ചെറിയ നോട്ട് പുസ്തകവും പുതുതായി ചെത്തിക്കൂർപ്പിച്ച ഒരു പെൻസിലുമായി പറമ്പിൻ്റെ തെക്കേ അരികിലുള്ള കുറ്റിച്ചെടികൾക്കടുത്ത് പോയി നിന്നപ്പോൾ താൻ ഒരപവാദത്തിന് കളമൊരുക്കുകയാണെന്ന് രാമൻ നായർ അറിഞ്ഞതേയില്ല. അപ്പോൾ അടുത്ത കാലം വരെ ഉഗ്രനും തണ്ടനും ആരെയും വകവയ്ക്കാതെ അദ്ദേഹം പറയുന്നുണ്ടല്ലേ, ഭാര്യ ഒഴിച്ച് ബാക്കി ആരെയും വകവയ്ക്കാതെ നിന്ന ഒരാളായിരുന്നു. ആരാണ്? ഡെപ്യൂട്ടി കളക്ടറും ആയിരുന്ന രാമൻ നായർ. അപ്പോൾ ഉച്ച ഊണ് കഴിഞ്ഞ് വിശ്രമിക്കുന്നത് പകരം ഇങ്ങനെ കുറ്റിച്ചെടികൾക്കടുത്ത് പോയിട്ട് നിന്നെന്താണാവോ പറയാൻ, പക്ഷെ എന്താണെന്ന് വെറുതെ വീട്ടിലിരിക്കുന്നതിനേക്കാളും നല്ലതെന്ന രീതിയിലേക്ക് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങുക. പക്ഷേ അത് പറയണമെങ്കിൽ വേറെയും ചില കാര്യങ്ങൾ ആദ്യം പറയേണ്ടതുണ്ട് എന്ന് പറയുകയാണ്. ഇപ്പോൾ 1 മാസം മുൻപാണ് രാമൻ നായർ പെൻഷൻ പറ്റിയത്. അപ്പോൾ സലാം വയ്ക്കുന്ന സല്യൂട്ട് അടിക്കുന്ന പോലീസുകാരുടെയും കുമ്പിട്ട് നിൽക്കുന്ന പാർവത്യക്കാരന്മാരുടെയും പാറാവുകാരന്മാരുടെയും സേവ പറയുന്ന തഹസിൽദാരന്മാരുടെയും ഒക്കെ എൻ്റെ പുറത്തൊരു ഉത്തരവ് പാസ്സാക്കണേ എന്ന് കേഴുന്ന ഫയലുകളുടെയും മധ്യത്തിൽ നിന്നും കീഴ് സിൽബന്ദികളുടെ ഇടയിൽ ദുർവാസാവെന്ന മാറാപ്പേരുള്ള ശ്രീ രാമൻ നായർ ഒരു ദിവസം പുറത്തു കടന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് അദ്ദേഹം എല്ലാ കെട്ടുപാടുകളും ഒഴിവാക്കി ഒന്ന് സ്വതന്ത്രനാവാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു തയ്യാറെടുപ്പിനെ കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നതും. അപ്പം അദ്ദേഹം ഭയങ്കര കർക്കശക്കാരനായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആളുകൾ അദ്ദേഹത്തെ അങ്ങനെ പറയുന്നതും. അങ്ങനെ അദ്ദേഹം ഒരു തടിച്ച മുല്ലപ്പൂഹാരവും വില കുറഞ്ഞ സെൻറ്റ് പുരട്ടിയ ബൊക്കയുമായി വീട്ടിൽ വന്നു കയറിയ ആ സായാഹ്നത്തിൽ ഉദ്യോഗ പ്രൗഢിയും പ്രതാപവുമൊക്കെ അസ്തമിച്ചു എന്നുള്ളതാണ്. അതുവരെ ഉണ്ടായിരുന്ന IAS പദവിയെല്ലാം ഇദ്ദേഹം ഉപേക്ഷിച്ചുകൊണ്ടാണ് ഇറങ്ങുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു പദവിയെല്ലാം പോയി എന്നുള്ളതാണ്. പക്ഷെ രാമൻ നായരേക്കാർ തുച്ഛരായ മനുഷ്യർ അന്ന് കണ്ണീർ പൊഴിച്ചേനെ.
അപ്പോൾ ആ ഒരു ഭാഗം ഒന്ന് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ശ്രദ്ധിക്കുക. രാമൻ നായരേക്കാർ തുച്ഛരായ മനുഷ്യർ അന്ന് കണ്ണീർ പൊഴിച്ചേനെ. ഈ സന്ദർഭം ഏതാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ളതാണ്. രാമൻ നായരെ സംബന്ധിച്ച് എന്താണ്, അദ്ദേഹം ജോലിയിൽ നിന്ന് അദ്ദേഹം സ്വമനസാലെയാണ് രാജിവെച്ച് ഇറങ്ങുന്നത്. പക്ഷേ അല്ലാത്തവരാണെങ്കിൽ അവർ എന്താണ് തൻ്റെ ഈ ഒരു ജീവിതകാലം അല്ലേ, സർവീസിലെ ജീവിതകാലം അതോടുകൂടി തീർന്നല്ലോ എന്ന് പറഞ്ഞ് വളരെ സങ്കടപ്പെട്ടിരുന്നേനെ. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. എന്നാൽ രാമൻ നായർ എന്താണ് ചെയ്തത്, കഴുത്തിനു മുകളിൽ ശ്വാസം മുട്ടിക്കുന്ന വിധം അള്ളിപ്പിടിച്ചിരിക്കുന്ന കോട്ടിൻ്റെ കുടുക്കഴിച്ചിട്ട് അദ്ദേഹം സോഫയിൽ ചെന്ന് കിടന്ന് എന്നിട്ട് ഇങ്ങനെ ശബ്ദിച്ചു, ഫൂ എന്ന് പറഞ്ഞിട്ട് അല്ലേ, ഒരു ആശ്വാസം. അപ്പോഴേക്കും അവിടുന്ന് എന്താ ഭാര്യ ഒരു ചോദ്യവുമായി രംഗപ്രവേശം ചെയ്തു, വീട്ടിലേക്ക് വന്നു കയറിയ. അപ്പോൾ രാമൻ നായർക്ക് അല്പം ദേഷ്യം വന്നു. അപ്പോൾ കോട്ടിൻ്റെ കുടുക്കഴിച്ചപ്പോഴുണ്ടായ ആശ്വാസം പ്രകടിപ്പിക്കാനാണ് ഫൂ എന്ന് പറഞ്ഞത്. ഇതാ വന്നിരിക്കുന്നു പെൺപിറന്നോർ, ആ ശബ്ദത്തിൻ്റെ വ്യാഖ്യാനം ആവശ്യപ്പെട്ടുകൊണ്ട്. അപ്പോഴേക്കിനും ഭാര്യ കടന്നു വന്നു. ഒന്നുകൂടി ഫൂ എന്ന് പറയാൻ കൊള്ളാമെന്ന് തോന്നി, പക്ഷേ അങ്ങനെ പറയാൻ നാവ് തയ്യാറായില്ല. വെറും നാവെന്ന് പറഞ്ഞാൽ പോരാ, പണ്ടൊരിക്കൽ കളക്ടറോട് പോടോ എന്ന് പറഞ്ഞ നാവ്, ഒരു ഗവൺമെൻറ് സെക്രട്ടറിയോട് നോൺസെൻസ് എന്ന് പറഞ്ഞ നാവ്, ഒരു മന്ത്രിയെ നോക്കി കാർക്കിച്ച് തുപ്പിയ നാവ് എന്നൊക്കെ കൂടി പറയണം. ആ നാവാണ് ഫൂ എന്ന് വീണ്ടും ശബ്ദിക്കാൻ വിസമ്മതിച്ചത്. അദ്ദേഹം ആദ്യമേ പറയുന്നുണ്ടല്ലേ, മറ്റെല്ലാവരും അദ്ദേഹത്തിൻ്റെ മുൻപിൽ കിടുകിട വിറച്ച് നിന്നിരുന്നു. പക്ഷേ ആരുടെ മുന്നിൽ, ഭാര്യയുടെ മുന്നിലൊഴികെ അദ്ദേഹം അല്ലേ കർക്കശക്കാരനായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തോന്നാ ഫൂ എന്ന് പറഞ്ഞത്, ചോദ്യം ആവർത്തിക്കപ്പെട്ടു. ഒന്നുമില്ല. വീണ്ടും ഭാര്യ പ്രതിവചിച്ചു, ഈ ഫൂവിൻ്റെ അർത്ഥം ഇതായിരുന്നു, വന്നിരിക്കുന്നു. അപ്പോൾ പെൻഷൻ പറ്റിക്കൊണ്ട് അല്പമെങ്കിലും മിടുക്കുണ്ടെങ്കിൽ കാണേണ്ടവരെയൊക്കെ കൊണ്ട് ഒരു എക്സ്റ്റൻഷൻ വാങ്ങുകയില്ലേ? എന്തിനു പറയുന്നു, ഭാര്യ ശകാരം തുടങ്ങുകയാണ്. അപ്പോൾ ഏകാക്ഷരങ്ങൾ കൊണ്ട് അതിസങ്കീർണങ്ങളായ ആശയങ്ങൾ വെളിപ്പെടുത്തുന്ന ഭാര്യയുടെ പ്രത്യേക ഭാഷ രാമൻ നായർക്ക് നല്ല വശമുണ്ടായിരുന്നതിനാൽ അവളുടെ ഫൂ പ്രയോഗത്തിൻ്റെ പൊരുൾ അദ്ദേഹം ഗ്രഹിച്ചു. അദ്ദേഹം ഒന്ന് ചുരുണ്ടു. അപ്പോൾ കൂട്ടത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു. മനസ്സിലാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്, ദൈവമേ അവളെ കൊണ്ട് ബേ എന്ന് പറയിക്കല്ലേ. ബേയുടെ അർത്ഥം വിവരിക്കാൻ സ്ഥലപരിമിതിയും സന്മാർഗബോധവും എന്നെ അനുവദിക്കുന്നില്ല. അപ്പോൾ ഇനി എന്താ ഭാവം? ഭാര്യ ചോദിക്കുകയാണ്. ചൂടുവെള്ളത്തിലൊന്ന് കുളിക്കണം. പച്ചവെള്ളമായാലും മതി. ധൂ. എന്നാൽ കുളിക്കുന്നില്ല. രാമൻ നായർ കീഴടങ്ങി. അപ്പോൾ എങ്ങനെ ഉദ്യോഗം ഭരിച്ചോ എന്തോ, ഒരു ബുദ്ധി കണ്ടില്ലേ. നാളെ തൊട്ട് എന്താ ഭാവമെന്നാ ചോദിച്ചത്. ഈ സമയത്ത് ഇവിടെ എത്തി നോക്കിയിരുന്നെങ്കിൽ രാമൻ നായർ ഒരു 1-ാം ക്ലാസ്സിലെ കുട്ടിയും ഭാര്യ അവിവാഹിതയായ ഒരു മുതുക്കി മിസ്ട്രസ്സുമാണെന്ന നിങ്ങൾ കരുതുകയേ ഉള്ളൂ. അപ്പോൾ നീ പറയും പോലെ, ഭാര്യയുടെ ചോദ്യത്തിനല്ല അദ്ദേഹം മറുപടി പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ അദ്ദേഹം എങ്ങനെയായിരുന്നു, രാമൻ ഒരു ദുർവാസാവിനെ പോലെയായിരുന്ന അദ്ദേഹമാണ് ഇപ്പോൾ ഭാര്യയുടെ മുൻപിൽ എന്താണ് പഞ്ചഭുജം എണിച്ചല്ലേ, വായൊക്കെ മൂടിക്കെട്ടി പാവത്താനെ പോലെ ഇരിക്കുന്നതും. അപ്പോൾ ആ ഒരു രീതിയിലേക്കാണ്. അപ്പോൾ പെൻഷനായി വീട്ടിലിരുന്നാൽ ഇനി ആരും എന്താണ് തിരിഞ്ഞു നോക്കുകയൊന്നുമില്ല എന്നൊക്കെയുള്ള രീതിയിലാണ് ഭാര്യയുടെ ആ ഒരു സംസാരം വരുന്നതും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഭാര്യ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതും. നമുക്ക് നാട്ടിലേക്ക് പോകണം, നാളെ തന്നെ. ഇവിടെ ഇരുന്നാൽ ഒരൊറ്റ പട്ടിയും തിരിഞ്ഞു നോക്കുകയില്ല. കാരണം അതുവരെ ഉണ്ടായിരുന്ന ഉദ്യോഗം അദ്ദേഹം ഇട്ട് പോയി. ഇനി ആ ഒരു പദവിയും പ്രതാപവും ഒന്നും ഇല്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതൊരു ആജ്ഞയായിരുന്നു അല്ലേ ആ പറഞ്ഞത്. അപ്പം അങ്ങനെയാണ് അവർ നായരുടെ നാട്ടുമ്പുറത്തുള്ള വീട്ടിലേക്ക് എത്തുന്നതും. അപ്പം അനേക വർഷങ്ങളായി അടഞ്ഞുകിടന്ന അതിൻ്റെ കതകുകളും ജനാലകളും ഒക്കെ ഒന്ന് തുറക്കപ്പെടുകയാണ്. അപ്പോൾ ഉദ്യോഗത്തിലിരിക്കുന്ന കാലത്ത് രാമൻ നായർക്ക് ഒരു പതിവ് പരാതി ഉണ്ടായിരുന്നു. ഒന്നിനും സമയം മതിയാകുന്നില്ല. ഇപ്പോൾ അദ്ദേഹം പരാതി തിരുത്തി എഴുതി ഇങ്ങനെ: കണ്ടമാനം സമയം കിടക്കുന്നു, ഒരു പുല്ലും ചെയ്യാനില്ല. അപ്പോൾ രാമൻ നായർ വീണ്ടും പറയുകയാണ് അല്ലേ, അപ്പോൾ അദ്ദേഹത്തിന് ഇനി ഒന്നും ചെയ്യാനില്ല എന്നുള്ള ഒരു അവസരത്തിലേക്ക് വരികയാണ്. അങ്ങനെ ആ സ്ഥലം നായരുടെ സ്വദേശമാണെങ്കിലും ഇന്ന് അദ്ദേഹം അവിടെ ഒരു മറുനാടനാണ്. ഇപ്പോൾ 25 കൊല്ലക്കാലം ഉദ്യോഗം ഭരിച്ചിരുന്നതിനിടയിൽ ഒരിക്കൽ പോലും ഇവിടെ വരാനിടയായില്ല. സ്വന്തം നാട്ടിലൊരു അന്യനായി കഴിയുക എന്നത് ആർക്കും സുഖകരമാവില്ലല്ലോ. ഇപ്പോൾ രാമൻ നായരെ അന്വേഷിച്ചാരും വന്നില്ല. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ ആരും തിരക്കിയതുമില്ല. അപ്പോൾ സ്ഥലത്തെ പ്രധാന വായ്നോക്കിയായ ആസാം റിട്ടേൺ കുഞ്ഞപ്പന് പോലും അദ്ദേഹത്തിൻ്റെ
പോയ ഉദ്യോഗ പ്രഭാവത്തെ പറ്റിയുള്ള കഥകൾ കേൾക്കാൻ സൗകര്യമില്ല. ഇപ്പോൾ പലചരക്ക് കടക്കാരും പഞ്ചായത്ത് പ്രസിഡന്റുമായ തട്ടേൽ പുല്ലൻ അവറാനോട് പരിചയപ്പെടാൻ നടത്തിയ ശ്രമവും വേണ്ട വിധം വിജയകരമായില്ല. അപ്പോൾ ഇനി എന്താണ്, ആരും തന്നെ ഇവിടേക്ക് തിരിഞ്ഞു നോക്കുക പോലും ഇല്ല എന്നുള്ളതായിരുന്നു ഭാര്യയുടെ പരാതി. അതുകൊണ്ടാണ് അവരിങ്ങനെ പറയുന്നതും. അപ്പോൾ തിടുക്കം കാണിച്ചിട്ട് കാര്യമില്ല, കുറേ കാലം കഴിഞ്ഞോട്ടെ, നാട്ടുകാരിൽ ഒരാളായി താനും അംഗീകരിക്കപ്പെടും, എന്നിട്ട് വേണമെങ്കിൽ പഞ്ചായത്ത് ഇലക്ഷന് പോലും നിൽക്കാം എന്നുള്ളതാണ്. അപ്പം ജോലി കിട്ടിയ നാട്ടിലായതുകൊണ്ടാണ് സ്വന്തം നാട്ടിൽ പോലും അദ്ദേഹം അന്യനായിട്ട് തുടരേണ്ടി വരുന്ന ഒരു അവസ്ഥ വരുന്നത്. അപ്പോൾ അതുവരെ സമയം ചെലവാക്കണ്ടേ, അതിനെന്ത് ചെയ്യാൻ? അതൊരു വൻ പ്രശ്നമായിരുന്നു, ഒരു വലിയ പ്രശ്നമായിട്ടാണ് അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നതും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം വീണ്ടും അല്ലേ ഒരു സമയം പാഴാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇനി കഴിച്ചു കൂട്ടുക എന്നുള്ളതാണ്. അതിനിടയിലാണ് അദ്ദേഹം പക്ഷി നിരീക്ഷണം എന്ന ആ ഒരു തലത്തിലേക്ക് എത്തിപ്പെടുന്നതും അദ്ദേഹത്തിൻ്റെ ചിന്തകൾ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.